US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ രാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെട്ട ആദ്യ ബാച്ച് ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ലാൻഡ് ചെയ്തു. ഇന്ന് ഉച്ചയോടെയാണ് US സൈനിക വിമാനം പഞ്ചാബിലെത്തിയത്. 205 പേരോളം വരുന്ന ഇന്ത്യക്കാരെയാണ് US മതിയായ രേഖകളില്ലാത്തതിനാൽ രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ US വിമാനം ലാൻഡ് ചെയ്തത്. നേരത്തെ വിമാനം രാവിലെ ലാൻഡ് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വൈകുമെന്ന് അറിയിക്കുകയായിരുന്നു. 24 മണിക്കൂറിലധികം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് വിമാനം ഇന്ത്യയിലെത്തിയത്. 205 ഇന്ത്യൻ പൗരന്മാരുമായി US മിലിറ്ററിയുടെ C-17 വിമാനം ടെക്സാസിലെ സാൻ അന്റോണിയോയിൽ നിന്ന് ഫെബ്രുവരി 4 പുലർച്ചെയാണ് പുറപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 30 പേർ പഞ്ചാബ് സ്വദേശികളാണ് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അമൃത്സർ എയർപോർട്ടിൽ കനത്ത സുരക്ഷയാണ് പഞ്ചാബ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമൃത്സർ എയർപോർട്ട് ഡയറക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, പോലീസ് കമ്മീഷണർ, CIF ഡയറക്ടർ എന്നിവർ യോഗം ചേർന്ന് സുരക്ഷാ നടപടിയുടെ ഭാഗമായി വിമാനത്താവളത്തിലെ കാർഗോ ഗേറ്റും മറ്റൊരു എൻട്രി ബാരിക്കേഡ് ചെയ്തിരുന്നു. എയർപോർട്ടിന് പുറത്തും കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ US സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അധികാരമേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിനെ കാണാനും അദ്ദേഹവുമായി ചർച്ചകൾ നടത്താനും മോദി US-ലേക്ക് പോവും. കൂടിക്കാഴ്ചയിൽ അനധികൃത കുടിയേറ്റ വിഷയം ചർച്ചയാവുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം US തീരുമാനത്തിൽ പഞ്ചാബ് NRI മന്ത്രി നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ഇവരെ നാടുകടത്താനുള്ള US തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച മന്ത്രി ധനിവോൾ അവർ US സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നും നാടുകടത്തുന്നതിനു പകരം സ്ഥിരതാമസത്തിന് അനുമതി നൽകേണ്ടതായിരുന്നുവെന്നും പഞ്ചാബ് മന്ത്രി ആവശ്യപ്പെട്ടു. ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും അധികാരമേറ്റെടുത്ത ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ US നിയമനിർവഹണ ഏജൻസികൾ കർശന നടപടി ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇവരെ നാടുകടത്താനുള്ള നടപടികൾ US ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 3ഓളം രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാരെയാണ് തിരിച്ചയച്ചത്.